ഇന്ത്യയിലെ നൂറുകണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാർ ഇന്ന് പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് VIP പരിഗണനയോടെ വിലസുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസം ഷോയബ് അക്തറിന്റെ കുടുംബ ചടങ്ങിൽ ആഗോള ഭീകരർ പരസ്യമായി പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഒന്നുറപ്പായി ക്രിക്കറ്റും ഇപ്പോൾ ഭീകരർ കൈയടക്കിയിരിക്കുകയാണ്. കളിക്കളത്തിലും അവർ പൂർണ്ണമായി പിടിമുറുക്കി കഴിഞ്ഞു. മുൻ പാകിസ്ഥാൻ പേസർ ഷോയബ് അക്തറിന്റെ മൂത്ത സഹോദരൻ ഷാഹിദ് അക്തറിന്റെ ഇസ്ലാമാബാദിൽ നടന്ന സംസ്കാര ചടങ്ങാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമായിരിക്കുന്നത്. ഇന്ത്യ തിരയുന്ന ക്രൂരനായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരിയും ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള PMML അതിന്റെ തലവൻ ഇനാം ഉർ റഹ്മാനും അടങ്ങുന്ന ഭീകര സംഘമാണ് ചടങ്ങിൽ പരസ്യമായി പങ്കെടുത്തത്. വെറുമൊരു പങ്കാളിത്തമല്ല, പാകിസ്ഥാൻ തലസ്ഥാനത്തെ അതീവ സുരക്ഷിതമായിട്ടുള്ള ശ്മശാനത്തിൽ ക്യാമറകൾക്ക് മുന്നിലൂടെ യാതൊരു ഭയവുമില്ലാതെയാണ് ഈ ആഗോള ഭീകരർ നടന്നു നീങ്ങിയത്. ലഷ്കർ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി ആരാണെന്ന് നമ്മൾ ഓർക്കണം. അടുത്തിടെ പെഹൽഗാമിൽ 25 വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്കെതിരെ പരസ്യമായി ഭീഷണി മുഴക്കിയവനാണ് അയാൾ. എന്നാൽ ഇതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിലെ മുറിദ്കയിലുള്ള ലഷ്കർ ആസ്ഥാനവും റാവൽപിണ്ടിയിലെ സൈനിക താവളങ്ങളും തകർത്തെറിയുകയും ചെയ്തതോടെ സീൻ മാറി. ഈ കനത്ത പ്രഹരത്തിൽ ഭയന്ന് വിറച്ച് മാളത്തിലൊളിച്ച തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആത്മവിശ്വാസം നൽകാനാണ് തങ്ങൾ ഇസ്ലാമാബാദിൽ സുരക്ഷിതരാണെന്ന രീതിയിൽ ഇപ്പോൾ പൊതുവേദികളിൽ ഭീകരർ പ്രത്യക്ഷപ്പെടുന്നത്. അത് മാത്രമല്ല, അജ്ഞാതരുടെ ആക്രമണത്താൽ ഇന്ത്യ വിരുദ്ധ ഭീകരർ വലിയ തോതിൽ പാകിസ്ഥാനുള്ളിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്ന വാർത്തകളും ഇപ്പോൾ സുലഭമാണല്ലോ. അപ്പോൾ അതിനെ ഒന്ന് വെല്ലുവിളിക്കാൻ കൂടിയാണ് ഇത്തരം പരസ്യ പ്രകോപനങ്ങൾ. അജ്ഞാതന് ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും എന്നതല്ലാതെ മറ്റൊരു നഷ്ടവും ഇന്ത്യക്ക് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. പാകിസ്ഥാൻ സൈന്യവും ഭീകരവാദികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കസൂരി തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാക് സൈനികരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ സൈന്യം തന്നെ ഔദ്യോഗികമായി ക്ഷണിക്കാറുണ്ടെന്ന് ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മാച്ച് നടന്നപ്പോൾ അതിൽ ചില പാക് ക്രിക്കറ്റ് താരങ്ങൾ പെഹൽഗാം ഇരകളെ അങ്ങേയറ്റം പരിഹസിക്കുന്ന രീതിയിലുള്ള ചില ചേഷ്ടകൾ കാണിക്കുകയും അതിനെ തുടർന്ന് മത്സരത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ പാകിസ്ഥാൻ കളിക്കാർക്ക് കൈ കൊടുക്കാൻ വിസമ്മതിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ഇന്ത്യയിലെ ചില പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞ ഒരു വാദമാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ കാണിച്ചത് വളരെ മോശം പ്രവൃത്തിയാണ്, കായിക രംഗത്തെയും ഭീകരവാദത്തെയും വേർതിരിച്ച് കാണണം എന്നൊക്കെ. അവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ ദൃശ്യങ്ങൾ. ഷോയിബ് അക്തറെ പോലെയുള്ള ആഗോള ക്രിക്കറ്റ് താരങ്ങളുടെ കുടുംബവുമായി ലഷ്കർ തലവന്മാർക്കുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിലെ സിവിൽ സമൂഹവും ഭീകര ശൃംഖലകളും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത വിധം ഒന്നിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ ഒരു ദൃശ്യം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ശക്തമായിട്ടുള്ള ഒരു ആയുധമാക്കി മാറ്റും. FATF പോലുള്ള ആഗോള സംഘടനകൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഭീകരവാദ മുഖം തുറന്നു കാട്ടാൻ ഇതോടെ ഇന്ത്യക്ക് സാധിക്കും. ഭീകരവാദത്തിന് പണം നൽകുന്ന രാജ്യങ്ങളെ ആഗോളതലത്തിൽ നിരീക്ഷിക്കുന്ന കരിമ്പട്ടികയാണിത്. ഇതിനു മുന്നിൽ പാകിസ്ഥാന്റെ ഈ കള്ളത്തരം ഇന്ത്യ തുറന്നു കാട്ടിയാൽ പാകിസ്ഥാൻ വീണ്ടും സാമ്പത്തിക ഉപരോധങ്ങളിലേക്ക് പോകും. അതോടെ വിദേശ സഹായങ്ങളോ ലോകബാങ്കിന്റെ വായ്പകളോ അവർക്ക് കിട്ടില്ല. വരാനിരിക്കുന്ന ICC ടൂർണമെന്റുകളിൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ലെന്ന് BCCIയുടെ നിലപാടിനെ നമ്മുടെ രാജ്യത്തിനുള്ളിലെ ചില ഇടത് ലിബറലുകൾ വിമർശിച്ചിരുന്നു. നമ്മുടെ കളിക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്കൊന്നും നഷ്ടപ്പെടില്ലല്ലോ, അവരുടെയൊക്കെ ചോർ ഇങ്ങും കൂറങ്ങ് പാകിസ്ഥാനോടുമല്ലേ. ആഗോള ഭീകരർക്ക് VIP പരിഗണന നൽകുന്ന ഒരു നാട്ടിലേക്ക് നമ്മുടെ കളിക്കാരുടെ ജീവൻ പണയം വെച്ച് അയക്കാൻ കഴിയില്ല എന്ന ഇന്ത്യയുടെ വാദത്തിന് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ ദൃശ്യങ്ങൾ. ആഗോള ക്രിക്കറ്റിലെ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയും സ്വാധീനവും ഉപയോഗിച്ച് പാകിസ്ഥാനെ സ്പോർട്സ് രംഗത്ത് നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.